ഓർത്തോഗണൽ മെട്രിക്സ് എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു മെട്രിക്സിനെ സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കുന്നത് എപ്പോഴാണ് നമ്മൾ കണ്ടു. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആ മെട്രിക്സ് തന്നെയാകുമ്പോഴാണ് നമ്മൾ ആ ഒരു മെട്രിക്സിനെ സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിച്ചത്. അതായത് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആകുന്ന മെട്രിക്സിനെ നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിച്ചു. ഇനി എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ആവുകയാണെങ്കിൽ അത്തരം ഒരു മെട്രിക്സിനെ നമ്മൾ ഓർത്തോഗണൽ മെട്രിക്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഓർത്തോഗണൽ മെട്രിക്സ് എപ്പോഴും നോൺ സിംഗുലർ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഇൻവേർട്ടിബിൾ ആയിരിക്കും. കാരണം അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് എപ്പോഴും ഇൻവേർട്ടിബിൾ ആയിരിക്കും. അപ്പോൾ ഓർത്തോഗണൽ മെട്രിക്സിന് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൻ n by n നോൺ സിംഗുലർ മെട്രിക്സ് എ ഈസ് ഓർത്തോഗണൽ ഇഫ് എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ട്രാൻസ്പോസ്. എയുടെ ഇൻവേഴ്സ് എ ട്രാൻസ്പോസ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എ ഇൻവേഴ്സും എ ട്രാൻസ്പോസും ഈക്വൽ ആവുകയാണെങ്കിൽ നമ്മൾ എ എന്ന് പറയുന്ന ആ മെട്രിക്സിനെ ഓർത്തോഗണൽ മെട്രിക്സ് എന്നാണ് വിളിക്കുന്നത്. എയുടെ ഇൻവേഴ്സ് എ ട്രാൻസ്പോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ആണെന്ന് നമുക്കറിയാം. എ ഇൻവേഴ്സ് എ ട്രാൻസ്പോസ് ആണ്, കാരണം ഈ മെട്രിക്സ് ഓർത്തോഗണലാണ്. എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഐ ഈക്വൽ ടു എ ട്രാൻസ്പോസ് എ. ഓക്കെ, അപ്പം ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ഈ ഒരു പ്രോപ്പർട്ടിയും കൂടെ സാറ്റിസ്ഫൈ ചെയ്യും. എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി. നമ്മൾ ഈ ഒരു കാര്യം ഉപയോഗിച്ചിട്ടാണ് ഇനി അങ്ങോട്ട് ഒരു മെട്രിക്സ് ഓർത്തോഗണൽ ആണോ അല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത്. ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ്. എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഈക്വൽ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആവുകയാണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സ് ഓർത്തോഗണൽ ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് n by n ഐഡൻറ്റിറ്റി മെട്രിക്സ് എടുത്താലും അതൊരു ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. കാരണം ഐഡൻറ്റിറ്റി മെട്രിക്സ് എപ്പോഴും ഇൻവേർട്ടിബിൾ ആണ്. ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെയായിരിക്കും. ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ട്രാൻസ്പോസും ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെയായിരിക്കും. അപ്പം എപ്പോഴും ഒരു n by n ഐഡൻറ്റിറ്റി മെട്രിക്സ് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. ഇപ്പം നമുക്കൊരു 3/3 ഐഡൻറ്റിറ്റി മെട്രിക്സ് എടുത്ത് നോക്കാം. 3/3 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഈ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് സെയിം മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഐ ട്രാൻസ്പോസ് ഇൻറ്റു ഐ ഈക്വൽ ടു ഐ ഇൻറ്റു ഐ വിച്ച് ഈസ് ഈക്വൽ ടു ഐ. അപ്പോൾ നമുക്ക് കിട്ടി ഐ ട്രാൻസ്പോസ് ഇൻറ്റു ഐ ഈക്വൽ ടു ഐ എന്ന് കിട്ടി അല്ലേ. എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഈക്വൽ ടു എ ആണെങ്കിൽ നമ്മുടെ മെട്രിക്സ് ഓർത്തോഗണലാണെന്ന് പറയും. ഇവിടെ ഐ ട്രാൻസ്പോസ് ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിനെ ഐഡൻറ്റിറ്റി കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ട് ഈ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. ഇതുപോലെ ഏത് ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് എടുത്താലും അതൊരു ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അടുത്ത എക്സാമ്പിൾ ഈ ഒരു മെട്രിക്സ് നമുക്ക് നോക്കാം. എ എന്ന് പറയുന്ന മെട്രിക്സ് 1/4 -2/3 2/3 2/3 2/3 1/3 -2/3 1/3 2/3. ഓക്കെ, ഈ ഒരു മെട്രിക്സ് ഓർത്തോഗണലാണ്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിനെ ആ എ കൊണ്ട് തന്നെ എ ട്രാൻസ്പോസിനെ എ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് 3/3 ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. കിട്ടും, കാരണം ഈ ഒരു മെട്രിക്സ് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. ഓക്കെ, ഈ മെട്രിക്സിലൊരു മാറ്റമുണ്ട്. ഇവിടെ 1/4 അല്ല വരിക, ഫസ്റ്റ് എൻട്രി 1/3 ആണ് വരിക. ഓക്കെ, എ ട്രാൻസ്പോസ് എ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3/3 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. സാധാരണ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ഈ മെട്രിക്സിൻ്റെ എ ട്രാൻസ്പോസിൻ്റെ ഫസ്റ്റ് റോയെ രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് റോയെ സെക്കൻഡ് കോളം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. അതുപോലെ തന്നെ തേർഡ് കോളം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. അതുപോലെ അടുത്തത്
സെക്കൻഡ് റോ വെച്ചിട്ട് ഈ 3 കോളത്തെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റ്സ് കിട്ടും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 3x3 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. 3x3 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടി A ട്രാൻസ്പോസ് ഇൻറ്റു A ഈക്വൽ ടു ഐഡൻറ്റിറ്റി എന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു A എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സ് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ എപ്പോഴും ഈ ഒരു മെട്രിക്സ് ഓർത്തോഗണലാണോ എന്ന് നോക്കാൻ ഈ ഒരു മാർഗ്ഗം മാത്രമല്ല, A ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് അതിനെ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഐഡൻറ്റിറ്റി ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്താൽ നമുക്കൊരു മെട്രിക്സ് ഓർത്തോഗണലാണോ അല്ലയോ എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു മാർഗ്ഗം മാത്രമല്ല ഉള്ളത് ഒരു മെട്രിക്സ് ഓർത്തോഗണലാവാൻ വേണ്ടിയിട്ട്, വേറൊരു ക്രൈറ്റീരിയയും കൂടെ ഉണ്ട്. ആ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെട്രിക്സ് ഒക്കെ ഓർത്തോഗണലായിരിക്കും. അതുപോലെ തന്നെ ഓർത്തോഗണൽ മെട്രിക്സ് ആ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ അതെന്താണെന്നാണ് നമ്മൾ അടുത്ത തിയറത്തിൽ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ക്രൈറ്റീരിയൻ ഫോർ ആൻ ഓർത്തോഗണൽ മെട്രിക്സ്. An n by n matrix A is orthogonal if and only if its columns x1, x2, etc. xn form an orthonormal set. ഈ തിയറം എന്താണ് പറയുന്നത്? ഒരു n by n മെട്രിക്സ് A ഓർത്തോഗണൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് കോളംസ്, ആ മെട്രിക്സിൻ്റെ കോളംസ് n കോളംസ് ഉണ്ടാകും. അതിനെ x1, x2, etc. xn എന്ന് വിളിച്ചു. ഈ കോളംസ് അല്ലെങ്കിൽ ഈ കോളം വെക്റ്റേഴ്സ് ഒരു ഓർത്തോനോർമൽ സെറ്റ് ആണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സ് ഓർത്തോഗണൽ ആയിരിക്കും. ഇനി തിരിച്ച് എ ഓർത്തോഗണൽ ആണെങ്കിൽ അതിൻ്റെ കോളംസ് എന്താണ്? ഒരു ഓർത്തോനോർമൽ സെറ്റ് ആയിരിക്കും. ഒരു മെട്രിക്സിൻ്റെ കോളംസ് ഒരു ഓർത്തോനോർമൽ സെറ്റ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മെട്രിക്സ് ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ഇതൊരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്രൈറ്റീരിയൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് സൈഡും പ്രൂവ് ചെയ്യണം. അതായത് നമ്മൾ ആദ്യം എ എന്ന് പറയുന്ന മെട്രിക്സ് ഓർത്തോഗണൽ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ആ ഒരു അസംഷനിൽ നിന്നും x1, x2, etc. xn എന്ന് പറയുന്ന ആ കോളം വെക്റ്റേഴ്സ് ഒരു ഓർത്തോനോർമൽ സെറ്റ് ഫോം ചെയ്യുന്നു എന്നും പ്രൂവ് ചെയ്യണം. ഇനി തിരിച്ച് x1, x2, etc. xn എന്ന് പറയുന്ന എ എന്ന് പറയുന്ന ആ മെട്രിക്സിൻ്റെ കോളംസ് ഒരു ഓർത്തോനോർമൽ സെറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സ് ഓർത്തോഗണൽ ആണ് എന്നുമാണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യാണ് എ ഈസ് ആൻ n by n ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് അസ്യൂം ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്ന കാര്യം എയുടെ കോളംസ് x1, x2, etc. xn അതൊരു ഓർത്തോനോർമൽ സെറ്റ് ഫോം ചെയ്യുന്നു എന്നാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യുന്ന കാര്യം. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കോളംസ് ആണ് x1, x2, etc. xn. അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രാൻസ്പോസ് എയുടെ ട്രാൻസ്പോസ് A ട്രാൻസ്പോസ് കണ്ടുപിടിച്ചാൽ ഈ എയുടെ കോളംസ് എന്തായി മാറും? റോസ് ആയിട്ട് മാറും അല്ലേ? അപ്പോൾ അതിൻ്റെ A ട്രാൻസ്പോസിൻ്റെ റോസ് ആയിരിക്കും x1 ട്രാൻസ്പോസ്, x2 ട്രാൻസ്പോസ്, etc. xn ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ നമുക്കൊരു കാര്യം പറയാം, നമ്മുടെ അസംഷൻ എന്തായിരുന്നു? എ എന്ന് പറയുന്ന മെട്രിക്സ് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. അതുകൊണ്ട് തന്നെ A ട്രാൻസ്പോസ് ഇൻറ്റു എ ഡെഫിനിഷൻ അനുസരിച്ച് A ട്രാൻസ്പോസ് A ഈക്വൽ ടു ഐഡൻറ്റിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ A ട്രാൻസ്പോസ് A എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു 2x2 മെട്രിക്സ് എടുത്ത് നോക്കാം. എന്നിട്ട് നമുക്ക് A ട്രാൻസ്പോസ് A എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ x1 ട്രാൻസ്പോസ് x1, x1 ട്രാൻസ്പോസ് x2 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നത്? നമുക്കൊരു 2x2 മെട്രിക്സ് എടുത്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, A ഈക്വൽ ടു 1, 2, 3, 4. ഇതൊരു സിമെട്രിക് മെട്രിക്സ് ഒന്നുമല്ല. നമ്മൾ A ട്രാൻസ്പോസ് A എന്ന് പറയുന്ന പ്രോഡക്റ്റ് വെറുതെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് കോളം x1, അതിനെ ഫസ്റ്റ് കോളത്തെ x1 എന്ന് വിളിച്ചു 1, 3. സെക്കൻഡ് കോളം x2, 2, 4. ഇതാണ് ഈ A എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കോളംസ് ആണിത്, കോളംസ്. ഓക്കെ, ഇനി A ട്രാൻസ്പോസ് എഴുതുകയാണ്. A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താകും? റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ ആയിട്ട് മാറും, സെക്കൻഡ് കോളം സെക്കൻഡ് റോ ആയിട്ട് മാറും. ഓക്കെ, ഇനി ഇതിൻ്റെ റോസ് ഞാൻ എഴുതാണ്, A ട്രാൻസ്പോസിൻ്റെ റോസ്. അപ്പോൾ A ട്രാൻസ്പോസിൻ്റെ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ 1, 3 ആണ്. ഈ 1, 3 എന്ന് പറഞ്ഞാൽ ഈ x1 എന്ന് പറയുന്ന ഈ ഒരു വെക്റ്ററിൻ്റെ
എന്താണ് ട്രാൻസ്പോസ് ആണ്. അപ്പം x1 ട്രാൻസ്പോസ് ആയിരിക്കും 1 3 ഫസ്റ്റ് റോ വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് റോ വരുന്നത് x2 ട്രാൻസ്പോസ് ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ 2 4 കോളം വെക്റ്റർ 2 4ൻ്റെ ട്രാൻസ്പോസ്. ഓക്കെ, ഇനി ഞാൻ എ ട്രാൻസ്പോസ് എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുകയാണ്. എ ട്രാൻസ്പോസ് എ എന്ന് പറഞ്ഞാൽ 1 3 2 4 ഇതാണ് എ ട്രാൻസ്പോസ് ഇൻറ്റു എ എന്ന് പറഞ്ഞ മെട്രിക്സ് 1 2 3 4. ഓക്കെ, സാധാരണ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയായിരുന്നു? ആദ്യം എഴുതിയ മെട്രിക്സിൻ്റെ എ ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഈ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയെ രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ എൻട്രി കിട്ടും. അപ്പം ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ ഇവിടെ 1 3 ആണ് അല്ലേ? 1 3 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? x1 ട്രാൻസ്പോസ് ആണ്. അപ്പം ഞാൻ അതിന് പകരം x1 ട്രാൻസ്പോസ് എഴുതി. ഈ ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളം വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ? ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ കോളം മെട്രിക്സ് 1 3 ആണ്. അതെന്ന് പറഞ്ഞാൽ x1 ആണ്. അപ്പോൾ x1 ട്രാൻസ്പോസ് x1 ആണ് ഇവിടെ വരിക. ഇനി നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തെ ഈ എൻട്രി കിട്ടാനായിട്ട് ഫസ്റ്റ് റോയെ സെക്കൻഡ് കോളം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. അതായത് ഫസ്റ്റ് റോ x1 ട്രാൻസ്പോസ് തന്നെ 1 3 ആണ് ഫസ്റ്റ് റോ, അത് x1 ട്രാൻസ്പോസ് ആണ്. ഇനി സെക്കൻഡ് കോളം എന്താണ് വരിക? 2 4, അത് x2 ആണ്. ഇനി സെക്കൻഡ് റോയെ 2 4 എന്ന് പറയുന്ന ഈ റോ അത് എന്താണ് വരിക? x2 ട്രാൻസ്പോസ് ആണ്. അതിനെ ഫസ്റ്റ് കോളം x1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അടുത്തത് സെക്കൻഡ് റോയെ x2 ട്രാൻസ്പോസ് ആണ്. സെക്കൻഡ് റോ 2 4 എന്ന് പറയുന്നത് x2 ട്രാൻസ്പോസ് ആണ്. അതിനെ നമ്മൾ സെക്കൻഡ് കോളം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, x2 ട്രാൻസ്പോസ് x2 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ഒരു n/n മെട്രിക്സിൻ്റെ കേസിൽ നമ്മൾ എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ് വരിക? ഇവിടെ x1 ട്രാൻസ്പോസ് x1 ആണ്. ഡയഗോണലിൽ വരുന്നത് x1 ട്രാൻസ്പോസ് x1, x2 ട്രാൻസ്പോസ് x2. ബാക്കിയുള്ള എലമെൻറ്റ്സ് വരുന്നത് സെയിം ആയിരിക്കില്ല അവിടുത്തെ. ഇതിപ്പോൾ ഇവിടെ 1 രണ്ടിലും 1 ആണ്. അതുപോലെ ഇവിടെ 2 ഒരുപോലെ വന്നു. മറ്റുള്ളതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഒരു n/n മെട്രിക്സ് സിമെട്രിക് ആയിട്ടുള്ള ഒരു n/n മെട്രിക്സിൻ്റെ കേസിലും എ ട്രാൻസ്പോസ് എ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതുപോലെ ചെയ്താൽ ഇങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. x1 ട്രാൻസ്പോസ് x1, x2 ട്രാൻസ്പോസ് x2, xn ട്രാൻസ്പോസ് xn. ഇതാണ് ഡയഗോണലിൽ വരിക. ബാക്കി എന്താ വരിക? x1 ട്രാൻസ്പോസ് x2 എക്സെട്ര x1 ട്രാൻസ്പോസ് xn. അടുത്തത് വരുമ്പോൾ x2 ട്രാൻസ്പോസ് x1, x2 ട്രാൻസ്പോസ് x2 എക്സെട്ര x2 ട്രാൻസ്പോസ് xn. ഇനിയോ xn ട്രാൻസ്പോസ് x1, xn ട്രാൻസ്പോസ് x2 എക്സെട്ര xn ട്രാൻസ്പോസ് xn. അപ്പോൾ ഇങ്ങനെയാണ് എ ട്രാൻസ്പോസ് എ എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് വരിക. പക്ഷേ നമുക്കൊരു കാര്യം അറിയാം, എ എന്ന് പറയുന്ന മെട്രിക്സ് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. അതുകൊണ്ട് തന്നെ എ ട്രാൻസ്പോസ് എ എന്ന് പറഞ്ഞാൽ n/n ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ n/n ഐഡൻറ്റിറ്റി മെട്രിക്സിന് നമുക്ക് 1 0 0 0 1 0 എക്സെട്ര 0 0 എക്സെട്ര 1 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് രണ്ട് മെട്രിക്സ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഈ ഒരു പ്രൊഡക്റ്റിനെ ചെയ്തപ്പോൾ നമുക്കൊരു മെട്രിക്സ് കിട്ടി. അത് ഐഡൻറ്റിറ്റി മെട്രിക്സിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് മെട്രിക്സ് ഈക്വൽ ആവണമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് ഒരേ പൊസിഷനിൽ വരുന്ന ആ ഒരു എലമെൻറ്റ്സ് ഈക്വൽ ആയിട്ട് വരണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? x1 ട്രാൻസ്പോസ് x1 ഈക്വൽ ടു 1 എന്ന് കിട്ടും, x2 ട്രാൻസ്പോസ് x2 ഈക്വൽ ടു 1 എന്ന് കിട്ടും, അതുപോലെ xn ട്രാൻസ്പോസ് xn ഈക്വൽ ടു 1 എന്ന് കിട്ടും. ബാക്കിയൊക്കെ എന്ത് വരും? 0 വരും. അതായത് xi ട്രാൻസ്പോസ് xi ഈക്വൽ ടു 1 ഫോർ ഓൾ i ഈക്വൽ ടു 1 ടു എക്സെട്ര n ആൻഡ് xi ട്രാൻസ്പോസ് xj ഈക്വൽ ടു 0 ഫോർ ഓൾ i നോട്ട് ഈക്വൽ ടു j. അതായത് ഐയും j നോട്ട് ഈക്വൽ ടു വരുമ്പോഴാണ്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് വരുമ്പോഴാണ് x1 ട്രാൻസ്പോസ് x2, x1 ട്രാൻസ്പോസ് xn അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് വരുമ്പോഴാണ് 0 വരുന്നത്. ഓക്കെ, അപ്പം ഈ രണ്ട് മെട്രിക്സും ഈക്വൽ ആണെന്നുള്ള കാര്യം ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന കാര്യം ഇതാണ്. xi ട്രാൻസ്പോസ് xj ഈക്വൽ ടു 0, i നോട്ട് ഈക്വൽ ടു j ആണെങ്കിൽ xi ട്രാൻസ്പോസ് xj ഈക്വൽ ടു 0, i j ഈക്വൽ ടു 1 ടു എക്സെട്ര n ആൻഡ് xi ട്രാൻസ്പോസ് xi ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇങ്ങനെയായിരുന്നു. x1 ട്രാൻസ്പോസ് x1 ഈക്വൽ ടു
1, x2 ട്രാൻസ്പോസ് x2 ഈക്വൽ ടു 1, അങ്ങനെ ഡയഗോണലിലുള്ളതൊക്കെ 1 ആയിട്ട് കിട്ടി, ബാക്കിയൊക്കെ 0 ആയിട്ട് കിട്ടി. അതാണ് ഇവിടെ xi ട്രാൻസ്പോസ് xi ഈക്വൽ ടു 1 ഫോർ ഓൾ i ഈക്വൽ ടു 1 2 എക്സെട്ര n. ഓക്കെ, ഇനി xi ട്രാൻസ്പോസ് xj ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താ? xi ഡോട്ട് xj ഈക്വൽ ടു 0. അതാണ് ഇന്നർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ്. രണ്ട് വെക്റ്റർ x1ൻ്റെ xiയുടെയും xjയുടെയും ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ഓർത്തോഗണലാണ്. xiയും xjയും ഓർത്തോഗണലാണ് ഫോർ i നോട്ട് ഈക്വൽ ടു j. അതുപോലെ തന്നെ xi ട്രാൻസ്പോസ് xi ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? xi ഡോട്ട് xi ഈക്വൽ ടു 1 എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് രണ്ട് ഒരേ വെക്റ്ററിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 1 കിട്ടുന്നു, അല്ലെങ്കിൽ ആ ഒരു xi എന്ന് പറയുന്ന ആ ഒരു വെക്റ്ററിൻ്റെ നോം ഓഫ് xi ഈക്വൽ ടു 1 എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് കിട്ടി ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള xiയും xjയും എടുത്താലും അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണ്. അതുപോലെ തന്നെ ഈ xi x1 x2 എക്സെട്ര xn എന്ന് പറഞ്ഞാൽ അതിൻ്റെ നോം 1 ആണ്. അതായത് ഇതൊക്കെ യൂണിറ്റ് വെക്റ്റേഴ്സാണ്. അപ്പോൾ അത് എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? ഈ x1 x2 എക്സെട്ര xn എന്ന് പറയുന്ന കോളം വെക്റ്റേഴ്സ് ഓർത്തോനോർമലാണ്. അപ്പോൾ ഓർത്തോനോർമൽ ആവാനുള്ള കണ്ടീഷൻസ് അതൊക്കെയായിരുന്നു. ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വെക്റ്റർ എടുത്താലും അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കണം. xi ഡോട്ട് xj ഈക്വൽ ടു 0 അല്ലെങ്കിൽ xi ട്രാൻസ്പോസ് xj ഈക്വൽ ടു 0 ഫോർ i നോട്ട് ഈക്വൽ ടു j. അതുപോലെ തന്നെ xi ഡോട്ട് xi ഈക്വൽ ടു 1 ഓർ xi ട്രാൻസ്പോസ് ഇൻറ്റു xi ഈക്വൽ ടു 1 ആകണം. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടി ഈ x1 x2 എക്സെട്ര xn എന്ന് പറയുന്ന വെക്റ്റേഴ്സ് ഓർത്തോനോർമൽ സെറ്റ് ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു തുടങ്ങിയത്? എ എന്ന് പറയുന്ന ആ ഒരു മെട്രിക്സ് ഓർത്തോഗണലാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. എന്നിട്ട് നമുക്ക് ഇപ്പോൾ കിട്ടിയ കാര്യം എന്താ? x1 x2 എക്സെട്ര xn എയുടെ കോളം വെക്റ്റേഴ്സ് ഓർത്തോഗണലാണ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ തിയറത്തിൻ്റെ ആദ്യത്തെ പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ തിരിച്ച് അസ്യൂം ചെയ്യാണ്. അസ്യൂം x1 x2 എക്സെട്ര xn ഫോംസ് ആൻ ഓർത്തോനോർമൽ സെറ്റ്. എന്നിട്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്ന കാര്യം ഇതാണ്: എ എന്ന് പറയുന്ന മെട്രിക്സ് ഓർത്തോഗണലാണ്. അതിന് വേണ്ടിയിട്ട് എ ട്രാൻസ്പോസ് ഇൻറ്റു എ n/n ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ x1 x2 എക്സെട്ര xn ഒരു ഓർത്തോനോർമൽ സെറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓർത്തോനോർമൽ സെറ്റിൻ്റെ ആ ഒരു ഡെഫിനിഷൻ വെച്ച് നമുക്ക് എന്ത് എഴുതാം? xi ഡോട്ട് xj ഈക്വൽ ടു xi ട്രാൻസ്പോസ് xj ഈക്വൽ ടു 0 ഫോർ i നോട്ട് ഈക്വൽ ടു j ആൻഡ് i, j ഈക്വൽ ടു 1 to എക്സെട്ര n. ഓർത്തോനോർമൽ സെറ്റിൻ്റെ ആദ്യത്തെ കണ്ടീഷനാണ് ഏത് രണ്ട് പെയർ എടുത്താലും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഏത് രണ്ട് വെക്റ്റേഴ്സ് എടുത്താലും അത് ഓർത്തോഗണൽ ആയിരിക്കണം. അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കണം. ആ ഒരു കാര്യം നമുക്ക് കിട്ടി. xi ട്രാൻസ്പോസ് ഇൻറ്റു xj ഈക്വൽ ടു 0 ഫോർ i നോട്ട് ഈക്വൽ ടു j. അടുത്ത എന്താണ്? ഈ ഓരോ വെക്റ്റേഴ്സും x1 x2 എക്സെട്ര xn എന്ന് പറയുന്ന ഓരോ വെക്റ്റേഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ നോം 1 ആയിരിക്കണം, അല്ലെങ്കിൽ യൂണിറ്റ് വെക്റ്റർ ആയിരിക്കണം. അപ്പോൾ ഓർത്തോനോർമൽ സെറ്റിൻ്റെ രണ്ടാമത്തെ കണ്ടീഷനായിരുന്നു xi ഡോട്ട് xi ഈക്വൽ ടു xi ട്രാൻസ്പോസ് xi ഈക്വൽ ടു 1 i ഈക്വൽ ടു 1 to എക്സെട്ര n. അതായത് x1 ഡോട്ട് x1 1 ആണ്, x2 ഡോട്ട് x2 1 ആണ്, അല്ലെങ്കിൽ x1 ട്രാൻസ്പോസ് ഇൻറ്റു x1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഐയും ജെയും ഒരേപോലെ വരുമ്പോൾ ഈക്വലായിട്ട് വരുമ്പോൾ അവിടെ നമുക്ക് 1ഉം ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ അവിടെ 0യും കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ട്രാൻസ്പോസ് എ ഈക്വൽ ടു ഐഡൻറ്റിറ്റി എന്നാണ്. അപ്പോൾ എ ട്രാൻസ്പോസ് എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് x1 x2 എക്സെട്ര xn എന്ന് പറഞ്ഞാൽ എയുടെ കോളം വെക്റ്റേഴ്സ് ആണല്ലോ. നമുക്ക് എ ട്രാൻസ്പോസ് എ എന്ത് കിട്ടും? നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ x1 ട്രാൻസ്പോസ് ഇൻറ്റു x1, x1 ട്രാൻസ്പോസ് ഇൻറ്റു x2 എക്സെട്ര x1 ട്രാൻസ്പോസ് xn. അതുപോലെ തന്നെ
എക്സ് ടു ട്രാൻസ്പോസ് ഇൻറ്റു എക്സ് വൺ അങ്ങനെ വരും. ഇനി എക്സ് എൻ ട്രാൻസ്പോസ് ഇൻറ്റു എക്സ് വൺ, എക്സ് എൻ ട്രാൻസ്പോസ് ഇൻറ്റു എക്സ് ടു, എക്സെട്ര എക്സ് എൻ ട്രാൻസ്പോസ് ഇൻറ്റു എക്സ് എൻ എന്ന് കിട്ടി. ഓക്കെ, അപ്പം ഈ ഒരു മെട്രിക്സ് ഐഡൻറ്റിറ്റി ആണെങ്കിൽ നമുക്ക് എ ട്രാൻസ്പോസ് എ ഈക്വൽ ടു ഐഡൻറ്റിറ്റി എന്ന് എഴുതാം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എ എന്ന് പറയുന്ന മെട്രിക്സ് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. ഇത് നമുക്ക് ഇവിടെ മുകളിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലേ, എക്സ് ഐ ട്രാൻസ്പോസ് എക്സ് ഐ ഈക്വൽ ടു 1. അതുകൊണ്ട് തന്നെ എക്സ് വൺ ട്രാൻസ്പോസ് എക്സ് വൺ 1 ആയിരിക്കും, എക്സ് ടു ട്രാൻസ്പോസ് എക്സ് ടു 1 ആയിരിക്കും, എക്സ് എൻ ട്രാൻസ്പോസ് എക്സ് എൻ 1 ആയിരിക്കും. അപ്പോൾ ഈ ഡയഗണലിലുള്ളതൊക്കെ 1 കിട്ടും. ബാക്കിയൊക്കെ എക്സ് ഐ ട്രാൻസ്പോസ് എക്സ് ജെ എന്ന് പറഞ്ഞാൽ 0 ആണ്, ഫോർ ഐ നോട്ട് ഈക്വൽ ടു ജെ. അതുകൊണ്ട് ബാക്കിയൊക്കെ നമുക്ക് 0 ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് ഓർത്തോനോർമൽ സെറ്റിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഈ ഒരു കാര്യം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എ ട്രാൻസ്പോസ് എ ഈക്വൽ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് എഴുതാം. എ ട്രാൻസ്പോസ് എ ഈക്വൽ ടു 1 0 0 എക്സെട്ര 0 0 1 0 എക്സെട്ര 0 0 0 0 എക്സെട്ര 1 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു ഐ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, എ എന്ന് പറയുന്ന മെട്രിക്സ് ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ തിയറി നമ്മൾ രണ്ട് രീതിയിലും പ്രൂവ് ചെയ്തു അല്ലേ. ആദ്യം നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സ് ഓർത്തോഗണലാണെന്ന് അസ്യൂം ചെയ്തു, എന്നിട്ട് അതിൻ്റെ കോളം വെക്റ്റേഴ്സ് ഒരു ഓർത്തോനോർമൽ സെറ്റ് ഫോം ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്തു. രണ്ടാമത് നമ്മൾ എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ, അതായത് അതിൻ്റെ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കോളം വെക്റ്റേഴ്സ് ഓർത്തോനോർമൽ ആണെന്ന് അസ്യൂം ചെയ്തു. അതിനുശേഷം എ എന്ന് പറയുന്ന മെട്രിക്സ് ഓർത്തോഗണൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി ഈ തിയറത്തിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഓർത്തോഗണലാണെന്ന് ഒരു എക്സാമ്പിളിൽ കണ്ടിരുന്നു. 1/3 2/3 -2/3 -2/3 2/3 1/3 2/3 1/3 2/3. ഈ ഒരു മെട്രിക്സ് ഓർത്തോഗണലാണ്. എ ട്രാൻസ്പോസ് എ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണെന്ന് കിട്ടി. ഈ ഒരു മെട്രിക്സ് ഓർത്തോഗണലാണെന്ന് നമ്മളിവിടെ കണ്ടു. ഇനി ഇപ്പോൾ പറഞ്ഞ തിയറം അനുസരിച്ച് ഈ മെട്രിക്സിൻ്റെ കോളം വെക്റ്റേഴ്സ് എന്താണ് ഒരു ഓർത്തോനോർമൽ സെറ്റ് ഫോം ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കിയാലും നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സ് ഓർത്തോഗണലാണെന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം x1 x2 x3 എന്ന് പറഞ്ഞാൽ ഈ ഒരു മെട്രിക്സിൻ്റെ കോളംസ് ആണ്. 3 കോളംസ് എഴുതി. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ കോളം വെക്റ്റേഴ്സ് ഒരു ഓർത്തോനോർമൽ സെറ്റ് ഫോം ചെയ്യുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഏത് രണ്ട് കോളം വെക്റ്റേഴ്സ് എടുത്താലും അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണ്, അല്ലെങ്കിൽ അത് ഓർത്തോഗണൽ ആണ്. അതുപോലെ തന്നെ ഈ ഓരോ കോളം വെക്റ്റേഴ്സിൻ്റെയും എന്താണ് നോം അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 1 ആണ്, അല്ലെങ്കിൽ ഇതൊക്കെ യൂണിറ്റ് വെക്റ്റേഴ്സ് ആണ് എന്ന് പ്രൂവ് ചെയ്താൽ ഈ x1 x2 എക്സെട്ര x3 ഒരു ഓർത്തോനോർമൽ സെറ്റ് ഫോം ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് അങ്ങനെ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന ഈ മെട്രിക്സ് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ വെക്റ്റേഴ്സ് ഓർത്തോഗണൽ ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് x1 ഡോട്ട് x2 കണ്ടുപിടിക്കുകയാണ്, x1 ഡോട്ട് x3 കണ്ടുപിടിക്കുകയാണ്, x2 ഡോട്ട് x3 ഈ 3 ഡോട്ട് പ്രൊഡക്റ്റുകളും കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ x1 ഡോട്ട് x2 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് x1 ഡോട്ട് x2 എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ അനുസരിച്ച് x1 ട്രാൻസ്പോസ് x2 ആണ്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 എന്ന് കിട്ടും. അതുപോലെ തന്നെ x1 ഡോട്ട് x3 എന്ന് പറഞ്ഞാൽ x1 ട്രാൻസ്പോസ് x3 ആണ്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അത് 0 എന്ന് കിട്ടും. ഇനി x2 ഡോട്ട് x3 കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അതും നമുക്ക് ഈ പ്രൊഡക്റ്റ് 0 ആണെന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ x1 x2 x3 എന്ന് പറയുന്ന ഈ വെക്റ്റേഴ്സ് ഈ x1 x2 x3 ഓർത്തോഗണൽ ആണെന്ന് പറയാം. ഏത് രണ്ട് പെയർ എടുത്താലും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഏത് രണ്ട് പെയർ എടുത്താലും അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണ്. അതുകൊണ്ട് നമുക്ക് ഈ x1 x2 എക്സെട്ര x3 ഓർത്തോഗണൽ ആണെന്ന് കിട്ടി. ഇനി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ ഓരോ വെക്റ്ററും യൂണിറ്റ് വെക്റ്റേഴ്സ് ആണ്, അതായത് ഇതിൻ്റെ നോം 1 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ x1 ഡോട്ട് x1 ഈക്വൽ ടു 1, x2 ഡോട്ട് x2 ഈക്വൽ ടു 1, x3 ഡോട്ട് x3 ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ നമ്മൾ x1 ഡോട്ട് x1 ആദ്യം കണ്ടുപിടിക്കുകയാണ്. x1 ഡോട്ട് x1 എന്ന് പറഞ്ഞാൽ
വിച്ച് ഈസ് ഈക്വൽ ടു x1 ട്രാൻസ്പോസ് ഇൻറ്റു x1. നമ്മൾ x1 ട്രാൻസ്പോസിനെ x1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 9/9 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 1. അതുപോലെ തന്നെ x2 ഡോട്ട് x2 കണ്ടുപിടിക്കുകയാണ്. x2 ഡോട്ട് x2 കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് x2 ട്രാൻസ്പോസ് ഇൻറ്റു x2. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. ഇനി x3 ഡോട്ട് x3 ഡോട്ട് x3 കണ്ടുപിടിച്ച് കഴിയുമ്പോൾ x3 ട്രാൻസ്പോസ് x3 എന്ന് കിട്ടും, അതും 1 ആണെന്ന് കിട്ടി. അപ്പോൾ ഈ 3 വെക്റ്റേഴ്സിൻ്റെയും അല്ലെങ്കിൽ ഈ 3 വെക്റ്റേഴ്സും ഈ ഒരു യൂണിറ്റ് വെക്റ്ററാണെന്ന് കിട്ടി. അല്ലെങ്കിൽ അതിൻ്റെ x1 ഡോട്ട് x1 അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടി. xi ഡോട്ട് xi ഈക്വൽ ടു 1 ഫോർ ഓൾ i ഈക്വൽ ടു 1 2 3. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ഒരു വെക്റ്റേഴ്സിൻ്റെയൊക്കെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ നോം 1 ആണ്. അതുകൊണ്ട് തന്നെ ഓർത്തോഗണലുമാണ്, അതിൻ്റെ യൂണിറ്റ് വെക്റ്റേഴ്സുമാണ്. അപ്പോൾ x1 x2 x3 എന്ന് പറയുന്ന ഈ വെക്റ്റേഴ്സ് ഒരു എന്താണ് ഓർത്തോനോർമൽ സെറ്റ് ഫോം ചെയ്യും. അതുകൊണ്ട് എ എന്ന് പറയുന്ന മെട്രിക്സ് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. അപ്പോൾ നമ്മുടെ നേരത്തെ തിയറം അനുസരിച്ച് ചെയ്താലും അല്ലേ, അതിൻ്റെ കോളം വെക്റ്റേഴ്സ് എടുത്ത് ചെയ്താലും നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സ് ഓർത്തോഗണൽ ആണെന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് 2 രീതിയിൽ ഒരു മെട്രിക്സ് ഓർത്തോഗണൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ആദ്യത്തേത് ഡെഫിനേഷൻ അനുസരിച്ച് എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുന്നുണ്ടെങ്കിൽ ആ മെട്രിക്സ് ഓർത്തോഗണലാണ്. അടുത്തത് ഒരു മെട്രിക്സിൻ്റെ കോളം വെക്റ്റേഴ്സ് ഒരു ഓർത്തോനോർമൽ സെറ്റ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മെട്രിക്സ് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും.